അവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ചില വളരെയധികം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാറുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് പതുക്കെ പറയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് പറയും ഓക്കെ നമുക്കൊരു ചികിത്സയൊക്കെ ആവശ്യമുണ്ട്, ചിലപ്പോൾ ഒരു കീമോതെറാപ്പി എടുക്കണം എന്ന് തന്നെ പറയും. ചിലപ്പോൾ കീമോതെറാപ്പി ഞാൻ വേർഡ് ഉപയോഗിക്കില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയും. And they are the real warriors. ഈ children are the real warriors. നമ്മളൊന്നല്ല, we are just സോൾജേഴ്സ്, അത്രയേ ഉള്ളൂ. ബട്ട് ദേ ആർ ദ റിയൽ വാരിയേഴ്സ്. പലപ്പോഴും പറയാറുണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ കൂടി അല്ലെങ്കിൽ ലിറ്ററസി കൂടി കഴിഞ്ഞാൽ പലതും നേരത്തെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. പക്ഷെ അതൊരു മിഥ്യാധാരണയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു. നമ്മൾ കോഴിക്കോടാണ് നിൽക്കുന്നത്. ഇന്നൊരു ഹോം ടൂർ എടുക്കാനാണ് വന്നതെന്ന് വിചാരിക്കരുത്. നമ്മളിന്ന് ഹോം ടൂറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. അപ്പം അത്തരത്തിൽ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഒരു ഒഫീഷ്യലായിട്ട് ഒരാളുടെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് പോലെ അല്ലേ. ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് KV ഗംഗാധരൻ സാറിനെ കൈകിട്ടിയിട്ടുണ്ട്. അതായത് ആസ്റ്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയുടെ ഹെഡാണ് അദ്ദേഹം, മിംസ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ അവിടെ പോയി സാറിനെ കണ്ടു. സാറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സാറിനോട് ചോദിച്ചു, സാർ നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് ലൈറ്റായിട്ട് സംസാരിക്കാം. ഞങ്ങൾ സാറിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ശരിക്കും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ സാർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാൻസർ ഡേ അല്ലേ, ചെറിയൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പിസോഡ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ സാറിനെ വിളിക്കാം അല്ലേ. കമോൺ എവരിബഡി, ബാ. ഹലോ സാർ. ഡോക്ടർ ഉള്ളുണ്ട്. കമോൺ എവരിബഡി, വെൽക്കം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഹോം ടൂർ വീഡിയോ അല്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ നടക്കാം. ഓക്കെ, സാറിൻ്റെ മനോഹരമായിട്ടുള്ള വീട്ടുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് KV ഗംഗാധരൻ സാറ്. എല്ലാവർക്കും അല്ലെങ്കിലും ഒരുപാട് ആളുകൾക്ക് പരിചിതമായ മുഖമായിരിക്കണം. 20 വർഷമായിട്ട് ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, ബന്ധുക്കളുടെ രാവിലെ ചെയ്യുന്ന റൊട്ടീൻ വർക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, വൈകുന്നേരം വീട്ടിലെത്തുന്നു. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓൺലി വി ആർ സീയിങ് ക്യാൻസർ പേഷ്യന്റ് മാത്രമേ കാണുന്നു. ക്യാൻസർ പേഷ്യന്റ് ഇഷ്യൂസ് കാണുന്നു, സംസാരിക്കുന്നു. ഇതൊരു നോർമൽ ലൈഫിന്റെ ഭാഗമാണ് അത്. അതൊരു നോർമൽ ലൈഫിന്റെ ഭാഗമാണ്. സാറുമായിട്ട് ഡിഫറൻസ് തോന്നാറില്ല. ആദ്യ കാലത്തൊക്കെ ഒരു സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതൊരു സ്ട്രഗിളേ അല്ല, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അതെ, ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂർ സാറോട് സംസാരിച്ചിരുന്നപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് വേറെ ലെവലിലോട്ട് പോയി. എങ്ങനെയാണ് ചെറിയ 1-2 എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു. ചില ആളുകളെ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് പേരല്ലേ, രോഗിയേക്കാൾ കൂടുതൽ സഹിക്കുന്ന ബന്ധുക്കൾ, ഫാമിലി, അല്ലെങ്കിൽ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നു, സൂയിസൈഡ്, അവരെ കുറെ ഡിസ്കഷൻ നടക്കുന്നു. അവരുടെ ഓരോ ദിവസം നോക്കുമ്പോൾ അവരുടെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മൾ അങ്ങോട്ട് തിരിച്ച് കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കും. പലരും കുറേ പേര് നമ്മുടെ കൂടെ നിൽക്കും. കുറേ പേർക്ക് അവർക്ക് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നതായിരിക്കും. എന്നാലും മാക്സിമം എല്ലാവർക്കും കൊടുക്കാവുന്ന എഫേർട്ട് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. മലബാർ ഏരിയയിൽ എപ്പോഴും എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കുറേ അധികം എഫേർട്ട് എടുത്തു. അങ്ങനെ ഒരു കാര്യം കൂടെ പറയാൻ ഉണ്ട്. ഇൻട്രോ മുഴുവനായിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതായത് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ക്യാൻസറിനെ പറ്റി എല്ലാവർക്കും അറിയുമെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ അതിന് എത്തിപ്പെടേണ്ട ദൂരം, സമയം, അങ്ങനെ അല്ല. പിന്നെ അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ആർക്കും അത്ര പരിചയം. ഏറ്റവും കൂടുതൽ ആൾക്കാർ അടുക്കാനും അവരുടെ ഇഷ്യൂസ് സംസാരിക്കാനും അവരുടെ ഇഷ്യൂസ് എപ്പോഴും എന്നോട് ഒന്ന് കാണാൻ പറ്റും. അതിനൊരു ഫിയർ എവിടെയും ഉണ്ടാവാറില്ല. അത്രയും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സാറ് എപ്പോഴും എടുത്ത് വന്ന് വരാം, സംസാരിക്കാം, പോവാം, അവർക്ക് എന്റെ ഒപ്പീനിയൻ എടുത്ത് പോവാം. ഒന്നാമത് നമ്മളെ അതിനാണ് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫായി പോയി. അപ്പോൾ ഇത് കുറച്ച് പേഷ്യൻ്റൊക്കെ എന്തൊക്കെ അവരോടുള്ള ഡിസ്കഷനൊക്കെ ഞാനത് കുറച്ച് ഹാപ്പി ആവുന്നുണ്ട്. ആ ഒരു പാഷനും കൂടി അതിൽ ഉണ്ടായിരിക്കാം. മേ ബി ഞാൻ ആ ഓങ്കോളജി പേഷ്യനെ അവർ കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. പണ്ട് പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഓങ്കോളജി എത്തിപ്പെട്ട്. പക്ഷേ ഇതൊരു ആക്സിഡൻ്റൽ ഇവൻ്റ് ഒക്കെ ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ അതിനെ നോക്കാനും അവരെ കെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര വർക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമായിരിക്കും ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നത്. കേരളത്തിലുള്ള ആളുകൾ പൊതുവെ എഡ്യൂക്കേറ്റഡ് ആണ് പൊതുവെ എല്ലാ മറ്റ് സ്റ്റേറ്റിനേക്കാളും കമ്പാരിസൺ. പക്ഷേ ലിറ്ററസി കൂടുതലാണ്. പക്ഷേ ഈ അസുഖത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആളുകൾ അത്രത്തോളം അവെയർ ആണ്. അതിനെ ചികിത്സിക്കാൻ കാണിക്കുന്ന മൈൻഡ്. ലിറ്ററസി പറഞ്ഞാലും ഈ ക്യാൻസർ ഇഷ്യൂ വരുമ്പോൾ ഒരു ഫിയർ, പേടി, അതേമാതിരി ഫാമിലി ഇഷ്യൂസ്, ഫാമിലി അറിഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പലപ്പോഴും പല ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് ആണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാനുള്ള മടി കാണിക്കുന്നുണ്ട്. ചില ക്യാൻസർ കണ്ടുപിടിച്ച് ചികിത്സയ്ക്ക് വില്ലിങ് ആവുന്നുണ്ട്. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കാൻ പലപ്പോഴും മടിയാണ്. പേടി കൊണ്ടാണോ എന്താണ്? അതൊരു ഒന്ന് പേടിയായിരിക്കാം. പിന്നെ കുറേ മിഥ്യാധാരണകളുണ്ട്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഒറ്റമൂലി ഉണ്ടെങ്കിൽ ക്യാൻസർ മാറ്റിയെടുക്കാം. ഒറ്റമൂലി ക്യാൻസർ. പിന്നെ വേറെ പറയുകയാണെങ്കിൽ എനിക്ക് ക്യാൻസർ തന്നെ ഇല്ല എന്നാണ് ചിന്തിക്കുന്നത്. ക്യാൻസർ എനിക്ക് ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ വീട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അത് കാരണം പലപ്പോഴും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസർ ഡിറ്റക്ഷൻ
നേരത്തെ കണ്ടുപിടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇനിയും മുന്നോട്ട് പോയേ പറ്റും. നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് പരിപൂർണ്ണ ചികിത്സ മാറ്റാം, അവർക്ക് നല്ല ഔട്ട്കം കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കുറച്ചും കൂടി കേരളത്തിൽ സ്ട്രെസ് ചെയ്യേണ്ടത്. ബിക്കോസ് ക്യാൻസർ ചികിത്സയുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഇഷ്ടംപോലെ എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷെ എന്നിട്ടും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 2004 സാറ് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഈ മേഖലയിലോട്ട് വരുമ്പോഴും ഇപ്പോൾ ഉള്ളൂ, അതായത് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഓൺകോളജി ഇപ്പം സാറിന്റെ കീഴിൽ തന്നെ വലിയൊരു വിങ് ഉണ്ട്, ഏകദേശം 40-ലധികം അല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് ഒരാളായിട്ടുള്ള അവിടെ തുടങ്ങിയ. ഞാൻ മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഞാൻ വന്ന കോഴിക്കോട് പ്രൈവറ്റ് സെക്ടറിൽ ഞാനാണ് അത് ആദ്യമായി വന്ന മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഞാനാണ് മലബാർ ഏരിയയിൽ. ഇപ്പം മിംസിൽ ഡോക്ടറിന്റെ കീഴിൽ 40-ലധികം ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ? 40-ലധികം. പിന്നെ ഓരോരോ സ്ഥലത്തും ഓരോരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പം ആളുകൾക്ക് ഈ പറഞ്ഞൊരു കൺഫർമേഷൻ, അതായത് നമുക്കൊന്ന് ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എടുക്കാനോ അല്ലെങ്കിൽ ഈ ക്യാൻസർ രോഗത്തെ നിർണയത്തിന് വേണ്ടിയിട്ടെങ്കിലും സാധിക്കും. അതെന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക്. ബാക്കിയുള്ള ചിലർക്ക് ചികിത്സിക്കാൻ എക്കണോമിക്കൽ ഇഷ്യൂസും പല ഇഷ്യൂസും ആൾക്കാർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് കൾച്ചറിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ചിലർ നമ്മുടെ കൂടെ നിൽക്കും, ചിലർ അവർക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. അതുകൊണ്ട് അങ്ങനത്തെ എല്ലാവർക്കും ഈക്വൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ഒരു സെൻസിറ്റീവ്, ഒരു വേറൊരു ഇമോഷണൽ ഒരു ഭാഗം കൂടെ ഉണ്ട് ഇങ്ങനത്തെ വലിയ അസുഖങ്ങൾക്ക്. കാരണം അവിടെ നെക്സ്റ്റ് ജീവിതം എന്ന് പറയുന്നത് ഒരു പകുതി എന്നുള്ള ചാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഭൂരിഭാഗം അങ്ങനെ തന്നെ. അൺസർട്ടനിറ്റി ഉണ്ടായാലും അൺസർട്ടനിറ്റിക്കാളും ഒരു കറേജ്, ചികിത്സിക്കാൻ വില്ലിങ് ആവുക, കണ്ടുപിടിച്ചതിന് പ്രോപ്പറായ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ചികിത്സ എടുക്കുക, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പക്ഷെ അത് പലപ്പോഴും ആൾക്കാർ വില്ലിങ് ആവില്ല. പക്ഷെ വൺസ് യു നമ്മൾ എന്താ ചെയ്യുക, ആദ്യം കുറെ സംസാരിക്കും, ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഡയഗ്നോസ് ഇതാണ് ആദ്യം പതുക്കെ പറയുള്ളൂ, ചെറിയ മോഡുണ്ട്, ചികിത്സ വേണം എന്നൊക്കെ പറയുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയൊരു ഭാഗം ആദ്യ ഭാഗമാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന. അവിടെ റാപ്പ് ഉണ്ടാക്കാൻ നമ്മളെ കഴിവ്. ചിലപ്പോൾ എല്ലാവരും ഒരു 100 ആളുണ്ടെങ്കിൽ 100 ഡിഫറെൻറ്റ് ക്യാരക്ടറായിരിക്കും, 100 ഡിഫറെൻറ്റ് ബിഹേവിയർ ആയിരിക്കും, പല തരത്തിലുള്ള മാനസിക തലത്തിൽ നിൽക്കുന്ന ആൾക്കാരും, പല എക്കണോമിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരായിട്ട് നല്ല റാപ്പ് ഉണ്ടാക്കിയെടുത്ത് അവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. നമുക്ക് ഈ ട്രസ്റ്റിലൂടെയാണ് നമുക്ക് അവരുടെ അടുത്ത് ചികിത്സ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വിത്തൗട്ട് ട്രസ്റ്റ് ഒരിക്കലും നമുക്ക് ചികിത്സ ചെയ്യാം. അങ്ങനെ 1-2 കഥകളിലൂടെ സാറ് പറഞ്ഞു, റിയൽ ലൈഫ് സ്റ്റോറീസിലൂടെ സാറ് പറഞ്ഞായിരുന്നു. അതായത് കൂടെയുള്ള ആൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു, പക്ഷെ ഒരാളെ മറച്ചു വെച്ചിട്ട് മറ്റൊരാളെ ഹെൽപ്പ്. വളരെയധികം എന്നോടൊക്കെ എമോഷണലി അപ്സെറ്റ് ആയ ഒരു കാര്യമാണ്. ബിക്കോസ് അവരുടെ സിസ്റ്ററിനെ ഈ കൊച്ചാ ട്രീറ്റ് ചെയ്തത്. വലിയ റേജീസ് BCom കഴിഞ്ഞ് MCom കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റേജ് 25 വയസ്സാണ്. ആ സമയത്താണ് അവർ സിസ്റ്റർ ട്രീറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റർ ട്രീറ്റ്മെൻറ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ സിസ്റ്റർ അത് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആ കാലത്ത് അടക്കം ഈ കൊച്ചിന് അസുഖം ഉണ്ടായിരുന്നു. കൊച്ചു നമ്മൾ അറിയിച്ചില്ലായിരുന്നു. ഈ സിസ്റ്റർ പോയതിനു ശേഷമാണ് ആ കൊച്ചിന് നമ്മുടെ അടുത്ത് അസുഖമായിട്ട് വരുന്നത്. അത് വളരെ എമോഷണലി അപ്സെറ്റ് ആവുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെ വരാം, ഉണ്ടാവാം യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഇതിൽ ക്യാൻസർ ചികിത്സിക്കുകയാണെങ്കിൽ പലതും കാണാൻ പറ്റും. അതേപോലെ തന്നെ ശരിക്കും ഇമോഷണലി എല്ലാവരും ഭയങ്കര വീക്ക് ആവുന്ന സമയമല്ലേ? ആ സ്റ്റാർട്ടിങ് ഭയങ്കര ഇമോഷണലി വീക്കാവും. പക്ഷെ വൺസ് ആ ചികിത്സ തുടങ്ങി കഴിഞ്ഞാൽ സ്ട്രോങ് ആവുക ചെയ്യുന്നത്. പിന്നെ അവർ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയ ആൾക്കാരെ മാറുക ചെയ്യുന്നത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ചികിത്സ കഴിഞ്ഞ് വേറെ ലെവലിലേക്ക് മാറുമായിരുന്നു. ദേ ആർ ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആൾക്കാരെ മാറും. അവർക്കറിയാം ഇങ്ങനെ അവരുടെ ലൈഫ് ചിലപ്പോൾ കുറച്ച് ഉണ്ടാവാം അവർ ചിന്തിക്കുന്നത്. ഓരോ ദിവസവും പ്രൊഡക്റ്റീവാക്കി മാറ്റി. അപ്പോൾ ചികിത്സ കഴിഞ്ഞ ആൾക്കാരുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. സ്റ്റാർട്ടിങ് അവർ വീക്കാണെങ്കിലും പിന്നെ വേറെ തലത്തിൽ പോയി വേറെ ലെവലിലേക്ക് മാറും. അപ്പോൾ സാറ് പറയുന്നത് ക്യാൻസർ ബാധിതനായുള്ള ഒരാളോട് ആ അസുഖത്തെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് തുറന്ന് പറയണമെന്ന് തന്നെ. തുറന്ന് പറയണം, പക്ഷെ ഒരു ദിവസം കൊണ്ടല്ല, സ്റ്റെപ്പായിട്ട് ആളെ മനസ്സിലാക്കി അയാളുടെ ബിഹേവിയറും സംസാരവും റാപ്പും ഉണ്ടാക്കി പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒരു ഹിൻഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു മുഴ കാണുന്നുണ്ട്, ശ്വാസകോശത്തിൽ മുഴ കാണുന്നുണ്ട്, അതിന് കൂടുതൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ബയോപ്സി എടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 70% ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ചില വളരെയധികം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാറുണ്ട്. അവരുടെ അടുത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പതുക്കെ പറയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് പറയും ഓക്കെ നമുക്കൊരു ചികിത്സയൊക്കെ ആവശ്യമുണ്ട്, ചിലപ്പോൾ ഒരു കീമോതെറാപ്പി എടുക്കണം എന്ന് പറയും. ചിലപ്പോൾ കീമോതെറാപ്പി ഞാൻ വീട് ഉപയോഗിക്കില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയും. പിന്നെ അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് ചെറിയ അസുഖമുണ്ട്, അതിനൊരു ക്യാൻസറാണ്, ചികിത്സ വേണമെന്ന് പറയും. അപ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് വൈസ് പ്രോസസ്സ്. അതായത് ഓരോ ആളുടെയും എഡ്യൂക്കേഷൻ ലെവൽ ഡിഫറൻ്റ് ആണ്, അവരുടെ സോഷ്യൽ ലൈഫ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് സ്റ്റെപ്പ് വൈസ് നമ്മൾ പറയാൻ പാടുള്ളൂ. ചില ആളുകൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് നേരത്തെ പറയും ഞാൻ ബ്രസ്റ്റ് ക്യാൻസറാണ്, ഇത് ലേഡി വന്നാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി മോട്ടിവേറ്റഡ് ആണ്. അവർ ചോദിക്കും ഡോക്ടർ എന്താണ്, ബ്രസ്റ്റിലെ സ്ഥാനാർബുദമാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, ഏർലി സ്റ്റേജാണ്, ക്യൂറബിളാണ്. അവിടെ എൻ്റെ അപ്രോച്ച് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ വേറൊരു വയസ്സായ ഓൾഡ് ഏജ് ആൾ വന്നൊരു അമ്മ വരെയാണ്, ഒന്നും അറിയാത്ത ആൾക്കാർ വരുന്നത് നമ്മൾ അവിടെ പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ഞാൻ അവർക്ക് സൂചിപ്പിക്കും. ബിക്കോസ് എല്ലാവർക്കും അറിയിക്കണം. ബിക്കോസ് അവർക്ക് അവരുടെ ഫാമിലിയിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, അവർ പല എയിം ഉണ്ടായിരിക്കും.
അപ്പോൾ അത് നമ്മൾ അവിടെ ഒരിക്കലും അങ്ങനെ ഒന്നും മാസ്ക് ചെയ്യാൻ പാടില്ല, മറച്ചു വയ്ക്കാനേ പാടില്ല. അത് അവരുടെ ഒരു അവകാശം കൂടി, അവരുടെ അവകാശമാണ്. നമ്മൾ ഒരിക്കലും പേഷ്യൻ്റ് അടുത്ത് മാസ്ക് ചെയ്യാനേ പാടില്ല. മലബാർ മേഖലയിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഡോക്ടറാണ് സാറ്. ഇപ്പം സാറ് പ്രാക്ടീസ് ചെയ്യുന്നത് നിംസിലാണ് അല്ലേ? ഇപ്പോൾ സാറിൻ്റെ കീഴിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് 40-ലധികം ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ കൂടെ സംസാരിക്കാൻ മറ്റൊരു ഡോക്ടർ കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പാനിക് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഡൽട്ടായിട്ടുള്ള ആളുകൾക്ക് ക്യാൻസർ വരുമ്പോഴായിരിക്കില്ല, കുട്ടികൾക്ക് വരുമ്പോഴായിരിക്കും. ഭയങ്കര സങ്കടം മാത്രമല്ല, അതൊരു വല്ലാതെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അതിനൊരു എക്സ്ട്രാ കറേജും എക്സ്ട്രാ ധൈര്യവും എക്സ്ട്രാ ഇൻട്രസ്റ്റും എക്സ്ട്രാ പാഷനും ഡെഡിക്കേഷനും ഒക്കെ വേണം. എന്നാൽ മാത്രമേ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ആവാൻ കഴിയുള്ളൂ. അങ്ങനെ നമുക്ക് നോളജ് മാത്രം ഉണ്ടായ പോലെ പിന്നീട് ഒരു എക്സ്ട്രീംലി ബാലൻസ്ഡ് പേഴ്സൺ ആയിരിക്കും. ഇപ്പൊ സാറിന്റെ ടീമിലെ നമ്മുടെ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ? വേറെ അതിന്റെ കൂടെ പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ബിക്കോസ് നമ്മളെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കൊച്ചുങ്ങളെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക എഫേർട്ടും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും ബാലൻസ് പേഴ്സണാലിറ്റി ഒക്കെ വേണം. ഇതെല്ലാം കൂടി ഒത്തൊരാളെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആളാണ് ഡോക്ടർ കേശവൻ. ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഇയാൾ വന്നതിന് ശേഷം നമുക്ക് ഏത് ഡിഫിക്കൽട്ട് ചലഞ്ചിങ് കോംപ്ലക്സ് കേസൊക്കെ ധൈര്യത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. നല്ല ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് പേഷ്യൻ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഔട്ട്കം ഉണ്ടാകുന്നുണ്ട്. ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺ ടു ഹാൻഡിൽ പീഡിയാട്രിക് പേഷ്യൻസ്. ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു വെറയായിരിക്കും കുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോൾ. ബാക്കി വീട്ടിലെ ആർക്കും വരുന്നതിനേക്കാളും കുട്ടികൾക്ക് വരുമ്പോൾ അപ്പം അങ്ങനത്തെ കുറേ കേസുകൾ ഉണ്ടല്ലോ ശരിക്കും. സോ നമ്മൾ ക്യാൻസറിന് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പ്രായം കൂടുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. അത് കറക്റ്റാണ്. ബിക്കോസ് ഔട്ട് ഓഫ് 100 ക്യാൻസേഴ്സ് 100 ക്യാൻസറിൽ 5 ക്യാൻസർ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. ഇഫ് ദർ ആർ 100 പീപ്പിൾ വിത്ത് ക്യാൻസർ 5 വിൽ ബി ചിൽഡ്രൻ. സോ ഇൻസിഡൻസ് കുറവാണ്. പക്ഷേ ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടുതലല്ലേ. സോ ഓങ്കോളജിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നിറയെ കേസുകൾ അറ്റ്ലീസ്റ്റ് ആനുവലി ഇന്ത്യയിലെ ഒരു 60,000 ചിൽഡ്രൻ ദേ ആർ ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. എല്ലാ വർഷവും 60,000 ആവറേജ് കമ്പയറിംഗ് അവർ പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി. പക്ഷേ കുഞ്ഞുങ്ങളുടെ ക്യാൻസർ വളരെ ക്യൂറബിൾ ആണ്, പെട്ടെന്ന് മാറ്റാം. ഇറ്റ്സ് ഹൈലി ക്യൂറബിൾ ആണ്. ക്യൂറബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 10 പേരെ ട്രീറ്റ് ചെയ്താൽ 70 to 80% ലോങ് ടേം സർവൈവറാണ്. അതായത് അസുഖം തിരിച്ച് വരാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. സോ നല്ല സക്സസ് റേറ്റുമാണ്. ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. പെട്ടെന്ന് മാറ്റാന്നുള്ളത് കോംപ്ലക്സ് ആണ്, നോട്ട് ആൻ ഈസി പ്രോസസ് അല്ല. അത് ട്രീറ്റ് ചെയ്ത് മാറ്റാം, ചികിത്സ എടുക്കാം. ചികിത്സ പ്രോസസ്സ് നോട്ട് ആൻ ഈസി പ്രോസസ് അല്ല. അവിടെയാണ് ഒരു ചലഞ്ച് ഫോർ എ പീഡിയാട്രിക് ഹെമറ്റോളജിസ്റ്റ്. അതൊരു വളരെ ഈസി ആയിട്ട് തോന്നി ചിന്തിക്കാനേ പാടില്ല. അതിനേതായ സ്പെഷ്യലൈസേഷൻ വേണം, അതിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, ടീം വേണം. എല്ലാം കൂടി ആ ടീം വർക്കാണ് അവരുണ്ടാക്കുന്നത്. അതിന് പറ്റിയൊരു ഐഡിയൽ പേഴ്സണാണ് നമുക്കുള്ളത്. ശരിക്കും അസുഖങ്ങൾ ആർക്കും വരാമല്ലോ. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു ടീമിൽ നമുക്ക് വിശ്വാസം അർപ്പിച്ച് ചികിത്സയായിട്ട് മുന്നോട്ട് പോവുക. അതൊക്കെ ശരിക്കും കൃത്യമായിട്ട് ശരിക്കും കേരളത്തിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ആ ഭാഗത്ത് കേരളത്തിൽ ബെറ്ററാണ്. കേരളം മീൻസ് ആ ഭാഗത്ത് നോക്കുമ്പോൾ വളരെ ബെസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇപ്പോഴത്തെ ആൾക്കാർ മെജോറിറ്റി ഡോക്ടേഴ്സും ഡയഗ്നോസ്റ്റിക് ഇഷ്യൂവിൽ ഭയങ്കര ഷാർപ്പാണ്. അവർ പ്രോപ്പറായിട്ട് വർക്കപ്പ് ചെയ്ത് ചെയ്യാവുന്ന ബെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഡയഗ്നോസ് ചെയ്യാറുള്ളത്. അതിൽ ഞാൻ എപ്പോഴും നമ്മൾ കേരളത്തെ പറ്റി നല്ല കാര്യം തന്നെ പറയാൻ പാടുള്ളൂ. നമ്മൾ മുതിർന്നവരാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ്, ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40 എബോവ് ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. പക്ഷെ കുട്ടികളിൽ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറില്ലല്ലോ. സോ നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഏതെങ്കിലും സ്ക്രീനിങ് മെഷേഴ്സ് ഉണ്ടോ? അതല്ലേ ചോദ്യം. ഇപ്പോൾ നമ്മൾ സർവൈക്കൽ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഏജ് ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സ്ക്രീനിങ് പ്രോഗ്രാമായിട്ട് മെജോറിറ്റി ക്യാൻസേഴ്സ്ക്ക് ഉണ്ടാവില്ല. 1 or 2 റയർ ക്യാൻസേഴ്സ്ക്ക് മാത്രമാണ് ആ സ്ക്രീനിങ് പ്രോഗ്രാം ഉള്ളത്. സോ നമ്മളാളെ സ്ക്രീനിങ് ചെയ്ത് തടസ്സമാക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് ഔട്ട് ഓഫ് 100 ക്യാൻസേഴ്സ് ഇൻ ചിൽഡ്രൻ 90% ഇഡിയോപ്പതിക്കാണ്. കാരണമേ ഒന്നും ഉണ്ടാവില്ല. സോ ഏർലി സിംറ്റംസ് വന്ന് നോർമൽ ചിൽഡ്രനക്ക് വരുന്ന ഒരു പനി കൂടെ സിംറ്റം ആയിരിക്കാം, ചുമ ജലദോഷം കൂടെ ഒരു ക്യാൻസറുടെ സിംറ്റം ആയിരിക്കാം. സോ ഇൻസിഡൻറ്റ് ഡിറ്റക്റ്റ് ആവാം. വേറെ ഏതെങ്കിലും സർജറിക്ക് പ്ലാൻ ഉണ്ടായിരിക്കും. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ള് ബ്ലാസ്റ്റ് ആയിരിക്കും. സോ കോമൺ സിംറ്റംസ് മിമിക് ചെയ്യും. പിന്നെ ചില നമ്മളുടെ സ്റ്റൊമക്കിലൊക്കെ കുറച്ച് ട്യൂമേഴ്സ് പറയും, വിൽംസ് ട്യൂമർ, കിഡ്നി ട്യൂമർ പറയും. അത് ഒരു പീഡിയാട്രീഷ്യൻ്റെ വാക്സിൻ ഇടാൻ പോകില്ലേ, അപ്പോൾ പീഡിയാട്രീഷ്യൻ വയറ് നോക്കുമ്പോൾ ഇത് മുഴ പോലെ ഉണ്ടല്ലോ സംശയിച്ച് ഒരു സ്കാൻ എടുക്കാൻ പറയും. അങ്ങനെ ഡിറ്റക്റ്റ് ആകും. സോ അങ്ങനെയാണ് മിക്കവാറും ഡിറ്റക്റ്റ് ആവുന്നത്. ഇൻസിഡൻ്റ് ഡിറ്റക്റ്റ് ആണ്. പക്ഷേ ഒരു 10-15% വളരെ സിക്കായിട്ടും വരാനും ചാൻസ് ഉണ്ട്, ക്രിട്ടിക്കലായിട്ട് വരാനും ചാൻസ് ഉണ്ട്. 2 രീതിയും ഉണ്ട്. സോ പ്രത്യേകിച്ച് സ്പെസിഫിക്കായിട്ട് ടെസ്റ്റിനില്ല. 90% ഇഡിയോപ്പതിക്കാണ്. കാരണമേ ഒന്നും ഉണ്ടാവില്ല. സോ ഏർലി സിംറ്റംസ് വന്ന് നോർമൽ ചിൽഡ്രനക്ക് വരുന്ന ഒരു പനി കൂടെ സിംറ്റം ആയിരിക്കാം, ചുമ ജലദോഷം കൂടെ ഒരു ക്യാൻസറുടെ സിംറ്റം ആയിരിക്കാം. സോ ഇൻസിഡൻറ്റ് ഡിറ്റക്റ്റ് ആവാം. വേറെ ഏതെങ്കിലും
സർജറിക്ക് പ്ലാൻ ഉണ്ടായിരിക്കും, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫുള്ള് ബ്ലാസ്റ്റ് ആയിരിക്കും. സോ കോമൺ സിംറ്റംസ് മിമിക് ചെയ്യും. പിന്നെ ചില നമ്മളുടെ സ്റ്റൊമക്കിലൊക്കെ കുറച്ച് ട്യൂമേഴ്സ് പറയും, വിൽംസ് ട്യൂമർ, കിഡ്നി ട്യൂമർ പറയും. അത് ഒരു പീഡിയാട്രീഷ്യൻ്റെ വാക്സിൻ ഇടാൻ പോകില്ലേ, അപ്പോൾ പീഡിയാട്രീഷ്യൻ വയറ് നോക്കുമ്പോൾ ഇത് മുഴ പോലും ഉണ്ടല്ലോ സംശയിച്ച് ഒരു സ്കാൻ എടുക്കാൻ പറയും. അങ്ങനെ ഡിറ്റക്റ്റ് ആകും. സോ അങ്ങനെയാണ് മിക്കവാറും ഡിറ്റക്റ്റ് ആവുന്നത്. ഇൻസിഡൻ്റ് ഡിറ്റക്റ്റ് ആണ്. പക്ഷേ ഒരു 10-15% വളരെ സിക്കായിട്ടും വരാനും ചാൻസ് ഉണ്ട്, ക്രിട്ടിക്കലായിട്ട് വരാനും ചാൻസ് ഉണ്ട്. രണ്ട് രീതിയും ഉണ്ട്. സോ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റിനില്ല. ഇപ്പോൾ നമ്മൾക്കൊന്ന് 2 സെക്ടർ ഓഫ് പേഷ്യൻസ് ഉണ്ട്. ഒന്ന് വെരി സ്മോൾ ചിൽഡ്രൻ, 4 വയസ്സ് 5 വയസ്സ്. നമ്മൾ കൗൺസിൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളല്ല, പാരൻസ് ആണ്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയത് ഇറ്റ്സ് എ വെരി സ്മോൾ ഗ്രോയിങ് ഫാമിലിയാണ്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ദേ വുഡ് ഹാവ് ജസ്റ്റ് ഗോട്ട് മാരീഡ്. ഒരു 4 വയസ്സ് 5 വയസ്സ് കുഞ്ഞാണെങ്കിൽ അവങ്ങൾക്കും അത്ര മെച്യൂരിറ്റി ഉണ്ടാവില്ല. സോ അവങ്ങളും തകർന്നു പോകും. സോ കൗൺസിലിംഗ് ദ പാരൻസ് വന്ന് വളരെ ഡോണ്ടിങ് ടാസ്ക് ആണ്. ബിക്കോസ് ഗ്രാൻഡ് പാരൻസ് ഓൾസോ. മുത്തശ്ശൻ വരും, എൻ്റെ ഇത് ഓൺലി ഗ്രാൻഡ് ചൈൽഡാണ്, ഒരേ പേരെ കുട്ടിയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കോട്ടെ അങ്ങനെ. ബിക്കോസ് നമ്മളുടെ എല്ലാവരും വിചാരിക്കുന്നത് അതാണ്, ക്യാൻസർ ആണെങ്കിൽ പ്രായം കൂടുമ്പോഴാണ് വരുന്നതെന്ന് എല്ലാവരും വിചാരിക്കും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഫോർ ദ പാരൻസ്. നമ്മളുടെ കണ്ടിന്യൂസ് റീഅഷ്യൂർമെൻറ്റ്. പിന്നെ മെജോറിറ്റി ക്യാൻസേഴ്സ് ഹൈലി ക്യൂറബിളാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ ക്യാൻസർ പറയുമ്പോൾ ഈ ബ്ലഡ് ക്യാൻസറാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. അതിൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയും. 85-90% സർവൈവൽ. ഔട്ട് ഓഫ് 100 ചിൽഡ്രൻ 90% ഡു ലൈഫ് ലോങ് വെൽ. ദേ ലിവ് എ ലോങ് ലൈഫ്. ദേ ഹാവ് ഗെറ്റ് മാരീഡ്, ഹാവ് ചിൽഡ്രൻ, നോർമൽ ലൈഫ്. ഭാവിയിലെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ALLക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. കീമോതെറാപ്പി കൊടുത്താലും ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതല്ലേ ചോദ്യം വരും. കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ நிறைய പേർക്ക് ഒരു ഫോൾസ് നോഷൻസ് ഉണ്ടാവും. പക്ഷേ അതെല്ലാം ഓവർകം പറയണം. പിന്നെ ഇവങ്ങൾ ലോങ് ടേം സർവൈവേഴ്സ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ദേ വിൽ നോട്ട് ഹാവ് എനി റിമെമ്പറൻസ്. നമ്മൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു നമ്മൾക്ക് മനസ്സിലാവില്ല. സോ അവരെ ട്രീറ്റ് ചെയ്ത് ടഫാണ്. ബിക്കോസ് അവർ കരച്ചിലും അവരുടെ ഇഷ്യൂസും നോർമലായ ഒരു അഡൾട്ടിനെ പോലെ സമ്മതിക്കില്ല. അവർ പലതിനും മടി കാണിക്കും. പക്ഷേ കുറേ കഴിഞ്ഞാൽ അവർ ഡോക്ടറെ ഏറ്റവും വലിയ ഫ്രണ്ടായി മാറുന്നതായിരിക്കും. ആൻഡ് ദേ ആർ ദ റിയൽ വാരിയേഴ്സ്. ഈ ചിൽഡ്രൻ ആർ ദ റിയൽ വാരിയേഴ്സ്. നമ്മളൊന്നല്ല, വി ആർ ജസ്റ്റ് സോൾജേഴ്സ്, അത്രയേ ഉള്ളൂ. ബട്ട് ദേ ആർ ദ റിയൽ വാരിയേഴ്സ്. ബിക്കോസ് പിന്നെ സെക്കൻഡ് ഫേസ് പറയുമ്പോൾ ഈ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പാണ്. ആ ഏജ് ഗ്രൂപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ടഫാണ്. ബിക്കോസ് നോർമലി അഡോളസെൻ്റ് ആകുമ്പോൾ നമ്മൾ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ പാരൻസ് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യും അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ? പാരൻസ് ഇത് പറയാൻ ചെയ്യും, നമ്മളതൊന്നും ചെയ്യില്ല, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. സോ അവങ്ങളെയും നമ്മൾ ബാലൻസ് ചെയ്യണം. സോ പാരൻസുക്കും അഡോളസെൻ്റ് കിഡുക്കും ചണ്ട ഉണ്ടാവും. അപ്പോൾ പാരൻസ് എങ്ങനെ ഒന്ന് പറയും, ഡോക്ടറെ നിങ്ങൾ പറഞ്ഞാലേ അവൾ ചെയ്യുള്ളൂ. സോ അങ്ങനെ അത് ഇതും രണ്ടും ചേർന്ന് ബാലൻസ് ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം നമ്മൾ ഓവറോളായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് മുൻപോട്ട് പോകുന്നതാണ്. ഡോക്ടർമാരാണെങ്കിലും ഇത് ശരിക്കും വേറൊരു സൈക്കോളജിക്കൽ പ്രോസസ്സ് തന്നെയല്ലേ? ട്രീറ്റ്മെന്റ് മാത്രമല്ല, അതൊരു പാഷനായി കാണണം. ആ ചികിത്സയും ആ സംസാരവും അതൊക്കെ നമ്മൾ ഇൻട്രസ്റ്റഡ് ഏരിയയായി കണ്ടു കഴിഞ്ഞതൊന്നും വലിയ ബാധകമല്ല. അതേ പറഞ്ഞ് നമ്മൾ റുട്ടീൻ ലൈഫായി കഴിഞ്ഞത് ഭാഗമല്ല അതൊന്നും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബോഡി ചെക്കപ്പ് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതില്ലേ? എന്തായാലും ഉണ്ട്. അത് ഒരു അലേർട്ട് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് February 4th നമ്മൾ വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് പറയുന്നതും അതിനുള്ള അവയർനെസ് ക്ലാസ്സുകളിലും ബോധവൽക്കരണമാണ് ഈ February 4th ചെയ്യേണ്ടത്. മാക്സിമം അവയർനെസ് ക്ലാസ് അറേഞ്ച് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക എന്താണ് ക്യാൻസർ, എങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവാം, എങ്ങനെ കണ്ടുപിടിക്കാം, അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, നേരത്തെ കണ്ടുപിടിച്ച ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ തന്നെ കുറേ ആൾക്കാർക്ക് അത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഒരു മോട്ടിവേറ്റഡായി മാറും. എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും സ്ട്രെസ് ചെയ്യുന്നത് കേരളത്തിലെ സ്ത്രീകൾ തന്നെയാണ്, അമ്മമാർ. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും എണ്ണം കൂടുന്നുണ്ട്. ഗർഭാശയമുള്ള ക്യാൻസർ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിരിക്കാം, നമ്മുടെ മോട്ടിവേഷൻ്റെ ഭാഗമായിരിക്കാം, ഗൈനക്കോളജിൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടായിരിക്കാം ഗർഭാശയമുള്ള ക്യാൻസർ കുറയുന്നുണ്ട്. ബിക്കോസ് പാപ്സ്മിയർ എടുത്ത് നോക്കുന്നുണ്ട്, നേരത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഹെൽത്ത് സെൻ്ററിലും നടക്കുന്നുണ്ട്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും യൂട്രൈൻ ക്യാൻസറിൻ്റെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് എക്സാക്ട് റീസൺ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നമ്പറും എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷനും. ബിക്കോസ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ കല്ലിപ്പ് വരുന്നു, ചെറിയ മുഴ വരുന്നു, തൊലിപ്പുറത്ത് മാറ്റങ്ങൾ കാണുന്നു, ആർക്കും കാണാവുന്ന കാര്യമാണ്. അപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസം എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കണം. അതിലൂടെ നമുക്ക് ചെറിയ കല്ലിപ്പോ മുഴകളോ തൊലിപ്പുറത്ത് മാറ്റങ്ങളോ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏറ്റവും അടുത്ത ഡോക്ടറെ കാണിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇയർലി വൺസ് മാമോഗ്രാഫി എടുത്ത് നോക്കുന്നത് ആണ് ബ്രസ്റ്റ് ക്യാൻസർ കൊടുക്കാൻ ഏറ്റവും വലിയ സ്ക്രീനിങ്. 25 ഇയേഴ്സ് കഴിഞ്ഞാൽ എല്ലാവരും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ മന്ത്ലി വൺസ് ചെയ്യാവുന്നതാണ്. 30 ഇയേഴ്സ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഗൈനക്കോളജിനെ എല്ലാം ഇയറും കൊണ്ട് കാണിക്കുന്നത് നല്ലതാണ്. ഒരു ഓവറോൾ അസസ്മെൻറ്റ് ബ്രസ്റ്റ്, ഓവറി എല്ലാവരും നോക്കി, യൂട്രസൊക്കെ നോക്കി എക്സാമിനേഷൻ നടത്തിയിരിക്കും. അവർ ഏരിയ തന്നെയാണ്
അത് നമ്മൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അവിടെ കണ്ടുപിടിച്ച 100% ആണ്. മിസ്സായി കഴിഞ്ഞാൽ അത് മിസ്സാവുകയാണ്. ഒരിക്കലും അതിനെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ 70% ആൾക്കാരും ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതാണ്. അവിടെ ഡിറ്റക്ഷനിൽ അത്ര 70% ആൾക്കാരും മോട്ടിവേറ്റഡ് ആണ് ഫോർ ഡിറ്റക്ഷന് വേണ്ടി. ഇവിടെ മോട്ടിവേറ്റഡ് ആവുന്ന ലെസ് ദാൻ 1% ആൾക്കാരാണ്. അപ്പോൾ ആ ഏരിയ ഭയങ്കര വൈഡാണ്. ഇവിടെയാണ് ഇനി നമ്മൾ സമൂഹത്തിന് ഏറ്റവും കൂടുതലും ചേഞ്ചസ് വരുത്തേണ്ടത്. അതിൻ്റെ കണ്ടുപിടിച്ചാലാണ് അതിൻ്റെ ഔട്ട്കം ആൾമോസ്റ്റ് 80-85% ആൾക്കാരും സുഖമായിരിക്കുകയാണ്. ഇവിടെ എഫേർട്ട് എടുത്ത നമുക്ക് എല്ലാവരും കാര്യമുണ്ട്, സൊസൈറ്റി കാര്യമുണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും കാര്യമുണ്ട്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് അതോറിറ്റിയും നല്ലതാണ്. ബിക്കോസ് നേരത്തെ കണ്ടുപിടിച്ച ചികിത്സ ചിലവ് കുറവാണ്, കുറേയധികം ചിലവുകളില്ല. എക്കണോമിക്കൽ പാർട്ടൊന്നും നല്ലതാണ്. പലപ്പോഴും പറയാറുണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ കൂടി അല്ലെങ്കിൽ ലിറ്ററസി കൂടി കഴിഞ്ഞാൽ പലതും നേരത്തെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. പക്ഷേ അതൊരു മിഥ്യാധാരണയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ 2 എക്സാമ്പിൾ പറയാ വെച്ചാൽ, ഒരു +2 സ്കൂൾ ടീച്ചർ വളരെയധികം മോട്ടിവേറ്റഡ് ആയ ലേഡിയായിരുന്നു. അവർ വളരെ 40 വയസ്സിൻ്റെ ഒരു സോപ്പിൽ വന്നു. ചെറിയൊരു ബ്രസ്റ്റിൽ മുഴയായിട്ട് വന്ന ആളായിരുന്നു. അത് വന്നു, ഡയഗ്നോസായി. ഞാൻ ജസ്റ്റ് അവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് എടുത്ത് കളയണം, ബ്രസ്റ്റ് മുഴ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി, കഷത്തെ കാര്യം എടുത്ത് കളയണം, ബ്രസ്റ്റ് മുഴ എടുക്കേണ്ട ആവശ്യമില്ല, ഏർലി സ്റ്റേജാന്ന് പറഞ്ഞ് കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് സംസാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് അവർ അന്നിൻ്റെ അടുത്ത് കാണാതെ ആൾ പിന്നെ വന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ദാറ്റ് ടൈംസ് അവർക്ക് സിവിയർ ബാക്ക് ഏക്കായിട്ട് വന്നത്. പുറം വേദന നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഡിസ്കസ് ചെയ്ത് പറയുന്നത് അവർ ചികിത്സ ഒന്നും എടുത്തിട്ടില്ല. അവർ പല ഭാഗത്തേക്കും പല മുറ്റമൂലി ചികിത്സയ്ക്ക് പോയി, പലയിടത്തും കറങ്ങി വന്നപ്പോൾ അത് ബോണിലേക്ക് സ്പ്രെഡായി അഡ്വാൻസ് സ്റ്റേജിൽ വന്ന ഒരു രോഗിയായിരുന്നു. ആ സമയത്ത് പിന്നെ പറഞ്ഞ പോലെ എല്ലാ ചികിത്സയും വില്ലിങ്ങായി. ദേ ആർ വില്ലിങ് ഫോർ കീമോതെറാപ്പി, റേഡിയേഷൻ, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, എല്ലാ ചികിത്സയും വിധേയമായി അവർ പിന്നെയും 3 കൊല്ലത്തോളം ജീവിച്ചു. അത് കഴിഞ്ഞാണ് അവർക്ക് കുറേ കോംപ്ലിക്കേഷനായിട്ടും പോയത്. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എഡ്യൂക്കേഷൻ മാത്രമല്ല, അത് ചിലപ്പോൾ ഒരു ഫാമിലി കൺസെപ്റ്റ് ആയിരിക്കാം, മോൾക്ക് മാരേജിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മോള് കൂടുതൽ +2 പഠിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനത്തെ പല സോഷ്യൽ സ്റ്റിഗ്മകളാണിത് ചികിത്സയ്ക്ക് മാറി നിൽക്കാൻ കാരണം. അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞ വാക്കാണ്, എൻ്റെ മുടി കൊഴിഞ്ഞു പോവില്ലേ, മുടി പോലാണ് അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റായി കണ്ടത്. അപ്പം സോഷ്യലി ആൾക്കാർ കാണാൻ മടി, സ്കൂളിൽ പോകാൻ മടി, മുടി കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ കഴിയുമോ, ഇങ്ങനെ കുറേ സോഷ്യൽ സ്റ്റിഗ്മകളാണ് പലപ്പോഴും ചികിത്സയ്ക്കും അല്ലെങ്കിൽ വരാൻ മടി കാണിക്കുന്നത്. അവിടെയാണ് മാറേണ്ടത്. ബിക്കോസ് ഇതൊക്കെ തൽക്കാലം മാത്രമാണ്. മുടി കൊഴിച്ചിലും ഹെയർ ലോസൊക്കെ തൽക്കാലം മാത്രമാണ്. ചികിത്സ കഴിഞ്ഞ് വിത്തിൻ 3 months മുടിയൊക്കെ മടങ്ങി വരുന്നതായിരിക്കും. ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാച്ചാൽ, ആ ലേഡി 50 വയസ്സോളം ഉണ്ട്. അവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയ ലേഡിയാണ്, വലിയ മക്കളൊക്കെ എഞ്ചിനീയേഴ്സാണ്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ലേഡി. അവർ പറഞ്ഞ വാക്കാണ്, അവർ മോളുടെ മാരേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് മോൾ പ്രഗ്നൻ്റായി, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബ്രസ്റ്റ് ക്യാൻസറിന് അസുഖം അറിയിക്കുന്നത്. അതിലാണ് ഞാൻ ഏറ്റവും വലിയ സർപ്രൈസ് പോയത്. അവരൊരിക്കലും ഇത് 2-3 കൊല്ലം മുന്നേ അവർക്ക് അറിയുന്ന കാര്യം അറിയിച്ചപ്പോഴാണ് 3 കൊല്ലം കഴിഞ്ഞിട്ട് അറിയിച്ചത്. അപ്പോൾ ആ പീരീഡ് അവർ അമ്മ എന്നുള്ള കൺസെപ്റ്റാണ്, അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ് മാരേജ് നടത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ചിന്തിച്ചാൽ ഡെലിവറി വേണം, ആ ഡെലിവറി കഴിഞ്ഞാൽ മോളെ നോക്കണം. ഈ എല്ലാം കഴിഞ്ഞാണ് അവർ വന്നത്. ദാറ്റ് ഈസ് അഗെയിൻ ഹൈലി മോട്ടിവേറ്റഡ് ഫാമിലി ആയിരുന്നു. അവർ മിസ്സാക്കിയ കാര്യം. അപ്പോൾ അവരുടെ പലപ്പോഴും ഇപ്പോഴും എന്നെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് ഇവരുടെ ബേസിക് കൺസെപ്റ്റ്, എന്താണ് അതിൻ്റെ റീസൺ. അവിടെ നിൽക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു ഫാമിലിയാണ് അവർ ബ്ലോക്ക് ചെയ്തതിന്. അപ്പോൾ ഇവിടെയുള്ള ഈ മിഥ്യാധാരണകൾ നമുക്ക് ഒഴിവാക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഡിസീസാണിത്. എവിടെ വേണേലും ആർക്ക് വേണേലും സംഭവിക്കാം. പേടിക്കാതെ ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് സാർമാർ പറഞ്ഞ കാര്യം. ആ ധൈര്യമാണ് ശരിക്കും റിക്കവർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെഡിസിൻ ആയിട്ട് പോസിറ്റീവ് ഔട്ട്കം ആണ്. അതെ, കണ്ടുപിടിക്കാൻ വൈകരുത്, നമുക്ക് എനിക്ക് ഇല്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ചാവൻ എന്നുള്ള നമ്മളൊരു ചികിത്സിക്കാനുള്ള ഒരു മൈൻഡ് കാണിക്കണം. അത് വെറുതെ മാറിയിട്ട് വെറുതെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓർത്തിട്ട് നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ കോസ്റ്റ് കുറവാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് വെച്ച് നോക്കാന്നേ അല്ലേ, അങ്ങനെ വേണം. അങ്ങനെയൊക്കെ എല്ലാവരും സാധിക്കട്ടെ. ഇപ്പോഴത്തെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഒരു വെറൈറ്റി എപ്പിസോഡായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പേജ് എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പരമാവധി ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഡോക്ടേഴ്സ്. ബൈ.